നമ്മുടെ ഡേ 2 ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ടാണ് ക്ലാസ് പോകുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ പല ആൾക്കാരും കേട്ടിട്ടുണ്ട് ഒരു അട്രാക്ഷൻ അല്ലെ? ഒരു അട്രാക്ഷൻ സംഭവങ്ങൾ നമ്മൾ അട്രാക്ട് ചെയ്യുക, അട്രാക്ട് ചെയ്യുക. നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷനിൽ പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാം. എന്നിട്ട് ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്നുള്ള കാര്യവും അതിന്റെ ഡീറ്റെയിൽസും പറഞ്ഞു. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഓക്കെ എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഫൈൻ. താങ്ക് യു. നമ്മള് സാധാരണയായിട്ട് നിങ്ങക്ക് വീഡിയോയില് വരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. നമ്മളെപ്പോഴും നിങ്ങടെ വീട്ടില് അല്ലെങ്കിൽ നിങ്ങടെ വീടിന്റെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങക്ക് എവിടെയെങ്കിലൊക്കെ ഒരു പ്ലാന്റ്സുകൾ കാണില്ലേ? മരങ്ങള് ഉണ്ടായിരിക്കും അല്ലേ? ഈ മരങ്ങള് നിങ്ങള് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മരമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെടീനെ പറ്റി നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക. മരത്തിനെ പറ്റി ഒരു മരമായിരിക്കാം അല്ലെങ്കിൽ ചെറിയൊരു പ്ലാന്റ് ആയിരിക്കും. നിങ്ങൾക്ക് എന്താണോ ഉള്ളത് ആ ഒരു മരത്തിനെ പറ്റി ജസ്റ്റ് ഒന്ന് നിങ്ങൾ കണ്ണടച്ചിട്ട് ആ മരത്തിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണടച്ചൊന്ന് തിങ്ക് ചെയ്യുക. ഒരു മരത്തിനെ, ഏതെങ്കിലും ഒരു മരം. നിങ്ങളുടെ വീടിന്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മരമോ എന്തെങ്കിലും. ഓക്കെ. ഈ മരത്തില് നിങ്ങൾ ഏത് മരം ആലോചിച്ച് കഴിഞ്ഞാലും ആ മരത്തിനകത്ത് കുറേ ഫ്രൂട്ട്സുകളുണ്ട് അല്ലേ? ചിലപ്പോൾ നമ്മളിപ്പോൾ നിങ്ങളൊരു മാവാണ് അല്ലെ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കുറേ മാമ്പഴങ്ങൾ കാണും. ഇപ്പം നിങ്ങൾ ചക്ക മരമാണെന്നുണ്ടെങ്കിൽ കുറേ ചക്കകൾ കാണും. ഇപ്പം നിങ്ങൾ തെങ്ങാണെന്നുണ്ടെങ്കിൽ കുറേ തേങ്ങകൾ കാണും. നിങ്ങൾ ഏതൊരു മരം ഇപ്പം ആപ്പിൾ ആണെങ്കിൽ ആപ്പിൾ. അപ്പോൾ ഇതുപോലെയുള്ള കുറേ എന്തുണ്ട് ഒരുപാട് ഫ്രൂട്ട്സുകളുണ്ട് അല്ലേ? ഈ ഫ്രൂട്ട്സുകൾ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനകത്തുള്ള ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടമുള്ള മാമ്പഴമാണ്. അപ്പോൾ ഞാൻ ആ മാമ്പഴത്തിൻ്റെ കഥ തന്നെ പറയാം. ഈ മാമ്പഴം നിങ്ങളുടെ വീട്ടിൽ ഒരു നല്ലൊരു മാവ് മരമൊക്കെയുണ്ട്. വർഷങ്ങളായിട്ടുള്ളൊരു മാവ് മരമാണ്. ഇതിനകത്ത് നല്ല മാമ്പഴങ്ങൾ കിട്ടാറുണ്ട്. ഈ മാമ്പഴങ്ങൾ കിട്ടുന്ന സമയത്ത് നിങ്ങൾ പറയും മാമ്പഴത്തിന് നല്ല രുചിയാണെന്നൊക്കെ പറയും. കുറേ നാൾ കഴിയുമ്പം മാമ്പഴത്തിൻ്റെ രുചി കുറയാണ്. അപ്പൊ നിങ്ങളെന്താ പറയുന്നേ? മാമ്പഴത്തിന്റെ രുചി കുറയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു മാങ്ങയുടെ രുചി കുറയുന്ന സമയത്ത് നിങ്ങൾ എന്തിനെയാണ് പറയുന്നത്? മാവാണോ പ്രശ്നം? അതോ ആ മാമ്പഴമാണോ പ്രശ്നം? പറഞ്ഞത് മനസ്സിലായെന്ന് തോന്നുന്നു. മാവ്. മാവ്. ഓക്കെ. മാവ്. ഓക്കെ, താങ്ക് യു. അപ്പൊ നല്ല ആൻസറാണ്. കാരണം വെച്ചാൽ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് 2 ലോകമുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ് ഒരു എക്സ്റ്റേണൽ വേൾഡും, അതുപോലെ നമുക്കൊരു ഇന്റേണൽ വേൾഡും ഉണ്ട്. സാധാരണ ആൾക്കാര് ചെയ്യുന്നതെന്ന് പറഞ്ഞാല്, ഇപ്പം മാവ് അല്ലെങ്കിൽ നമുക്ക് മാവിൽ നിന്നും കിട്ടുന്ന മാമ്പഴങ്ങൾ അല്ലെങ്കിൽ ആ മാങ്ങയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം വരാണെങ്കിൽ, ആ മാങ്ങ കൊള്ളില്ല എന്നാണ് ഒരു 90% ആൾക്കാരും പറയുന്നത്. ആ മാവിന് എന്തോ കുഴപ്പമാണ് അല്ലെങ്കിൽ ആ മാവാണ് എന്തോ കുഴപ്പം. സോറി, മാവല്ല മാമ്പഴമാണ് എന്തോ കുഴപ്പം. ആ മാങ്ങയ്ക്ക് എന്തോ പറ്റി. അതുകൊണ്ടാണ് ആ ഒരു മാങ്ങയ്ക്ക് പണ്ടുണ്ടായിരുന്നതിന്റെ അത്രയും ടേസ്റ്റ് ഇല്ലാത്തത്. അപ്പം ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ നമ്മുടെ നമ്മുടെ ജീവിതത്തിന്റെ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ലൈഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് 2 കണക്ഷൻസ് ആണ് വരുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റേണൽ വേൾഡും മറ്റേന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ വേൾഡും. അതായത് നമുക്ക് ഇന്റേണൽ വേൾഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബാഹികമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ആന്തരികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ശരീരത്തിനകത്തുള്ള നമ്മുടെ കിഡ്നിയെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമ്മുടെ ഹാർട്ടിനെ കാണാൻ പറ്റുന്നില്ല. നമുക്ക് ലിവറിനെ കാണാൻ പറ്റുന്നില്ല. അതുപോലെ നമ്മുടെ സ്റ്റൊമക്ക് കാണുന്നില്ല. ഇൻഡസ്ട്രീനൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതേസമയം നമുക്ക് ഫിസിക്കലായിട്ട് ഇപ്പം നമ്മുടെ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കുമ്പം നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് നമുക്ക് എത്ര ഹൈറ്റ് ഉണ്ട്, നമുക്ക് എത്ര വെയിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ മാത്രം കാണാനായിട്ട് പറ്റും. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് പറയുന്നത്. അപ്പം ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും കാണണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇന്റേണൽ എന്താണോ അല്ലെങ്കിൽ ഉള്ളിനകത്തുള്ളത് എന്താണോ അതാണ് പുറത്തോട്ട് അല്ലെങ്കിൽ ബാഹ്യമായിട്ട് പ്രകടിപ്പിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്കെല്ലാം മണിയായിട്ടുള്ള പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ, ഈ മണിയുടെ പ്രോബ്ലം കിടക്കുന്നത് ഒരിക്കലും പുറത്തോട്ടല്ല. ഈ മണിയുടെ പ്രോബ്ലം കിടക്കുന്നത് നമ്മുടെ അകത്തോട്ടാണ് പ്രോബ്ലം കിടക്കുന്നത്. ചിലപ്പോ നമ്മള് ഇന്നലെ പറഞ്ഞ കണക്ക് ഈ കുറേ പഴയ കുറേ ബിലീഫുകൾ കാണും. ഈ പണം മരത്തിൽ കായ്ക്കുന്നില്ല, പണം ഒരുപാട് കഷ്ടപ്പെട്ടാൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ള കുറേ ചിന്താഗതികളിൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ അടിഞ്ഞടിഞ്ഞ് കിടക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന ഇന്റേണൽ വേൾഡിനകത്ത് കുറേ സംഭവങ്ങൾ കിടക്കുന്നതുകൊണ്ടാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഔട്ട്സൈഡ് എന്ന് പറയുന്ന കാര്യം. ഇപ്പൊ ഇതിനകത്ത് ഒരുപാട് പേര് ഇന്നിപ്പോ ഞാൻ ഫീഡ്ബാക്ക് വായിച്ച സമയത്തും എനിക്ക് മനസ്സിലായ കാര്യം,
നമുക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. പക്ഷെ എന്തൊക്കെയോ നമുക്ക് തടയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു മിനിറ്റ്. സോറി. സോ നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ശരിയാക്കാനുണ്ട്. ഇങ്ങനെ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ശരിയാക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് റൈറ്റ് പാത്തിലോട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മുടെ, അതായത് നമ്മുടെ ഭൂമിക്ക് അല്ലെങ്കിൽ ഭൂമിക്ക് അടിയിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഈ മാവ് മരം എന്ന് പറയുന്നത്, മാവ് മരത്തിന് ഒരുപാട് വേരുകളും അല്ലെങ്കിൽ ഒരുപാട് ഇതൊക്കെ പോകുന്നുണ്ട്. നമ്മൾ മുകളിലുള്ള അല്ലെങ്കിൽ മാവിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിക്ക് മുകളിലുള്ള ഭാഗത്തിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഭൂമിക്ക് അടിയിൽ ഒരുപാട് വേരുകൾ പോകുന്നുണ്ട്. ഈ വേരുകളിൽ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് എന്ത് വരുന്നത്? ഈ മാമ്പഴങ്ങൾക്കെല്ലാം ഒരുപാട് പ്രോബ്ലം വരുന്നത്. അല്ലാതെ ഒരിക്കലും അതിന് പ്രശ്നം വരത്തില്ല. അപ്പൊ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരുപാട് ചിന്താഗതികളുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയുന്നത്, നമ്മൾ 4 കാര്യങ്ങളായിട്ടാണ് ഇതിനകത്ത് തിരിക്കുന്നത്. അതായത് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷണൽ വേൾഡ്. നമ്മുടെ വൈകാരികമായിട്ടുള്ള ഒരു ലോകമുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് വരുന്നത് നമ്മുടെ മെന്റൽ വേൾഡ്. നമ്മുടെ മാനസികമായിട്ടുള്ള വേൾഡ് ഉണ്ട്. പിന്നെ മൂന്നാമതായിട്ട് നമ്മുടെ സ്പിരിച്വൽ വേൾഡ് ഉണ്ട്. ആത്മീയമായിട്ടുള്ള വേൾഡ് ഉണ്ട്. ഈ 3 കാര്യങ്ങൾ, അതായത് ഒന്നും കൂടി പറഞ്ഞുതരാം. മെന്റല്, ഇമോഷണല്, അതുപോലെ സ്പിരിച്വല്. ഈ 3 കാര്യങ്ങളും അകത്ത് നടക്കുന്ന കാര്യമാണ്. ഈ 3 അകത്ത് നടക്കുന്ന കാര്യങ്ങളുടെയും റിഫ്ലക്ഷൻ ആണ് നമ്മുടെ ഫിസിക്കൽ വേൾഡിൽ നടക്കുന്നത്. നമ്മളിത് ഷോർട്ടായിട്ട് പറഞ്ഞ MES എന്ന് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. MES അതായത് മെന്റൽ, ഇമോഷണൽ, സ്പിരിച്വൽ. ഈ 3 കാര്യങ്ങളിലും നമുക്ക് പ്രോബ്ലംസിനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ വേൾഡ് എന്തായിരിക്കും? ക്ലിയർ ആയിരിക്കും. നമ്മുടെ പ്രോബ്ലം അല്ലെങ്കിൽ നമുക്ക് ഈ പണം വരാത്തത് എന്താണെന്ന് ചോദിച്ചാല്, നമുക്ക് മെന്റലി അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവിടെ ഒരു സ്പേസ് ഇല്ല. നമുക്ക് സ്പിരിച്വലി അക്സെപ്റ്റ് ചെയ്യാനായിട്ടൊരു സ്പേസ് ഇല്ല. ഇമോഷണലി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സ്പേസ് ഇല്ല. ഇങ്ങനെ 3 രീതിക്ക് നമ്മൾ സ്പേസ് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഫിസിക്കലി നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾ വീട്ടില് ഒരു ഷെൽഫ് എടുക്കുക. ഷെൽഫ് നിറയെ ഡ്രസ്സാണ്. ഈ ഷെൽഫിനകത്ത് ഒരു പുതിയതായിട്ട് വാങ്ങുന്ന ഒരു തുണി പോലും വെക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ ഷെൽഫ് കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്, ഷെൽഫ് കംപ്ലീറ്റ് തിക്കി നെരുങ്ങിയിരിക്കുകയാണ്. അതിനകത്ത് ഒരു പുതിയൊരു സാധനം അതിനകത്ത് എൻ്റർ ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ എൻ്റർ ചെയ്യിപ്പിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തില്ല? സ്പേസ് ഇല്ല. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പണം നമ്മുടെ അടുത്തോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിലധികം സ്പേസ് കൊടുക്കണം. അത് ഇമോഷണൽ ആയാലും, അതുപോലെ നമ്മുടെ മെന്റൽ ആയാലും, സ്പിരിച്വൽ ആയാലും. സ്പിരിച്വൽ ആയാലും നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ സ്പേസ് കൊടുക്കുക. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യാനുള്ളത്, പണം എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത്, അതാണ് ഞാൻ നിങ്ങളെ കൊണ്ട് ഇന്നലെ എഴുതിപ്പിച്ചത്. നിങ്ങൾക്ക് എത്ര പണമാണോ വേണ്ടത്? നമുക്ക് എത്ര പണം വേണമെങ്കിലും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്ത് വേണം? നമുക്ക് അവിടെ ഒരു സ്പേസ് വേണം. ഈ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് നമുക്ക് പണം നമ്മുടെ അടുത്തോട്ട് വരത്തുള്ളൂ. അപ്പം ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യം, നമ്മുടെ മെന്റലി, ഇമോഷണലി, സ്പിരിച്വലി നമ്മൾ സ്പേസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന നമുക്ക് വരാതെ നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്ക് എവിടെയാണോ തങ്ങി നിൽക്കുന്ന പണം, അത് വരാനായിട്ട് തുടങ്ങും. ഇന്ന് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ജസ്റ്റ് ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് പഠിപ്പിക്കേണ്ട ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ഞാനൊന്ന് ട്രാവൽ ചെയ്ത സമയത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നിങ്ങളുടെ സ്ക്രിപ്റ്റ് എന്തൊക്കെ പഠിപ്പിക്കണം എന്നുള്ള കാര്യത്തിന് ഒരു ജസ്റ്റ് ഒരു വേക്ക് ത്രൂ പോകുമായിരുന്നു. ആ സമയത്ത് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിച്ച ഒരു കാര്യം, ഞാനിങ്ങനെ മനസ്സിനകത്തിരുന്ന് പറയായിരുന്നു. പക്ഷെ എന്നാല് എനിക്കൊരു 11 മണിയായപ്പം എനിക്കൊരു കോള് വന്നു. ഒരു ബാങ്കിൽ നിന്നൊരു കോള് വന്നിട്ട് പറഞ്ഞു, ഇതുപോലെ ഏതോ ഒരു പ്രീ അപ്രൂവൽ ലോൺ ആയിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി നിങ്ങൾക്ക് ഞാന് ആ ഒരു മണി വരുന്ന ഒരു സോഴ്സ് പറയാനാണ് ഞാൻ ആ സ്ക്രിപ്റ്റ് റെഡിയാക്കിയത്. പക്ഷെ യൂണിവേഴ്സ് എന്തെയ്തു, എനിക്ക് അതുപോലെ ഒരു ലോൺ അപ്രൂവ്ഡ് ആണ്. പറയുകയാണെങ്കിൽ ഓക്കെ പറഞ്ഞാൽ മാത്രമേ, എൻ്റെ ആകെ 2 ലെറ്റർ ഓയും കെയും പറയുകയാണെങ്കിൽ അവര് വിത്തിൻ ഹാഫ് ആൻ അവറിനകത്ത് എനിക്ക് മണി ട്രാൻസ്ഫർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, ആ ഒരു മൊബൈൽ ആ ഒരു കോള് കട്ട് ചെയ്തു.
പിന്നെ വീണ്ടും എനിക്ക് വീണ്ടും ആ പയ്യൻ എന്ത് ചെയ്തിരിക്കുന്നു? മെസ്സേജ് ചെയ്തിരിക്കുകയാണ്. വീണ്ടും എന്തെങ്കിലും ഒരു ആവശ്യം വരാണെന്നുണ്ടെങ്കിൽ ഡെഫിനിറ്റ് ആയിരിക്കും എന്നെ കോൺടാക്ട് ചെയ്യണം. പക്ഷെ ആ ഒരു പണം, അതായത് നമ്മളൊരു മണി മാനിഫെസ്റ്റർ ആണ്, അല്ലെങ്കിൽ ഒരു മണി അട്രാക്ട് ചെയ്യാൻ പറ്റും എന്ന് നമ്മളൊരു സ്പേസ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ, മണിയെ കുറിച്ചിട്ട് നമ്മളൊരു ജസ്റ്റ് ഒരു തിങ്കിങ് ചെയ്താൽ മതി. നമുക്ക് മണി വരുന്ന സോഴ്സസ് വരും. അപ്പൊ മണി എങ്ങനെ വേണോ നമുക്ക് വരാം. അത് നമ്മളത് അലൈൻ മാത്രം ചെയ്താൽ മതി. നമുക്ക് എന്താണോ വേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് എത്ര മണി വേണം എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് നമ്മളൊരു ക്ലാരിറ്റി മാത്രം നമ്മൾ കൊടുത്താൽ മതി. അപ്പം നമുക്ക് മന്ത്ലി എത്ര വേണം, അല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം നമുക്ക് എത്ര വേണം, വീക്കിലി എത്ര വേണം, 3 മാസത്തേക്ക് എത്ര വേണം, 6 മാസത്തേക്ക് എത്ര വേണം, 1 വർഷത്തേക്ക് എത്ര വേണം, ഇത് നമ്മൾ ഭയങ്കരമായിട്ട് ക്ലാരിറ്റി ക്രിയേറ്റ് ചെയ്യണം. ഇങ്ങനെ ക്ലാരിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? അത് നമുക്ക് റിസീവ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ആ പണം എൻ്റെ അടുത്തോട്ട് വരുന്ന സമയത്ത് എൻ്റെ ഇരു കൈകളും നീട്ടി പണം ഞാൻ സ്വീകരിക്കണം. അല്ലെങ്കിൽ ആ പണം എന്ത് ചെയ്യത്തില്ല? എൻ്റെ അടുത്തോട്ട് വരത്തില്ല. ഇപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് നിങ്ങളെന്നെ എടുക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഉണ്ടായിരിക്കാം. അവര് നിങ്ങളുമായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ കേൾക്കുന്ന ഒരു നല്ലൊരു ലിസണർ ആയിരിക്കണം. ഇപ്പം ചില ആളുകളുണ്ട് നമ്മളോട് സംസാരിക്കാൻ വരുമ്പോ നമ്മൾ ചിലപ്പോ ഒന്നുകിൽ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുകയോ, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും കാര്യത്തിലോ ഇരിക്കും. ഭയങ്കര ഇതായിരിക്കും. പക്ഷെ അവർക്ക് എന്ത് ചെയ്യത്തില്ല? അവർക്ക് നമ്മള് ഒരു ടൈം നമ്മൾ കൊടുക്കാറില്ല. നിങ്ങള് പറയുന്നത് എനിക്ക് കേൾക്കാനായിട്ട് താല്പര്യമില്ല. അങ്ങനെ നമ്മളൊരു കേൾക്കാനായിട്ട് താല്പര്യമില്ലായ്മ കാണിച്ചു കഴിഞ്ഞാല് എന്ത് ചെയ്യത്തില്ല? ഒരിക്കലും നമ്മൾ ആ ഫ്രണ്ട് എന്ത് ചെയ്യത്തില്ല? നമ്മുടെ അടുത്ത് വരത്തില്ല. ഇത് തന്നെയാണ് പണത്തിന്റെ കാര്യം എന്ന് പറയുന്നത്. നമ്മൾ പണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടായിട്ട്, അല്ലെങ്കിൽ ആ ഒരു പണം നമ്മുടെ ഒരു എനർജി ആയിട്ട് നമ്മൾ എത്രത്തോളം ആ പണത്തിനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ, അത്രത്തോളം നമ്മള് പണത്തിനെ സ്നേഹിക്കാനായിട്ട് നോക്കുക. അപ്പൊ നമ്മുടെ ഇന്റേണൽ, അതായത് നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് പ്രോബ്ലത്തിന് നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. ഈ ലെഫ്റ്റ് സൈഡിലുള്ള പ്രോബ്ലത്തിന്റെ റൈറ്റ് സൈഡിലുള്ള സൊല്യൂഷനെ നമ്മൾ നോക്കാം. ലെഫ്റ്റ് സൈഡ് എപ്പോഴും നിങ്ങൾ മാറ്റി വെച്ചേക്കുക. എന്നിട്ട് നിങ്ങൾ റൈറ്റ് സൈഡിൽ നോക്കി പറയാ, എനിക്ക് ഇത്ര മണിയുണ്ട്, എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഇതിനെല്ലാം നന്ദി. നിങ്ങൾ ഇത് ഇത്രയും മാത്രം ചെയ്താൽ മതി. നിങ്ങൾ ആരെങ്കിലും പറ്റിച്ചോ, അതൊന്നും പേടിക്കണ്ട. നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോയോ, അത് പേടിക്കണ്ട. നിങ്ങൾക്ക് അതിന്റെ 10 മടങ്ങ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് തീർച്ചയായും പറ്റും. അതിന്റെ ക്ലാസ്സാണ് നാളെ നമുക്ക് വരുന്നത്. വെൽത്തിന്റെ സയൻസ് ആണ് വരുന്നത്. അപ്പൊ ആ സമയത്ത് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാല്, നമുക്ക് ഈ ലോകത്ത് പല കാര്യങ്ങളും കാണാൻ കഴിയുന്നില്ല. അതായത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മുടെ ശരീരത്തിനകത്തേക്ക് നമ്മൾ നോക്കുക. നമുക്ക് 2 കണ്ണുകളാണുള്ളത്. ഒരു കണ്ണ് ലെഫ്റ്റിലുണ്ട്, ഒരു കണ്ണ് റൈറ്റിലുണ്ട്. നമ്മൾ എവിടെ നോക്കിയാലും 2 നോസ് ആണെങ്കിലും നമുക്ക് ലെഫ്റ്റ് നോസും ഉണ്ട്, റൈറ്റ് നോസും ഉണ്ട്. ചെവിയാണെങ്കിലും ലെഫ്റ്റ് ഉണ്ട്, റൈറ്റ് ഉണ്ട്. ഹാൻഡ് ആണെങ്കിലും നമ്മൾ ഏതൊരു ബോഡി പാർട്സ് എടുത്താലും നമുക്ക് ലെഫ്റ്റും റൈറ്റും ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കണ്ണ് തുറന്ന് വെച്ചുകൊണ്ട് മൂക്ക് കാണാൻ പറ്റുമോ? നമ്മുടെ കണ്ണ് തുറന്ന് വെച്ചുകൊണ്ട് മൂക്ക് കാണാൻ പറ്റുമോ? ചെറുതായിട്ട് പറ്റും. ചെറുതായിട്ട് പറ്റും. എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. ഒരു കണ്ണടയ്ക്കുക. ഒരു കണ്ണടച്ചിട്ട് നിങ്ങളൊന്ന്, ഒരു കണ്ണ്, ഏതെങ്കിലും ഒരു കണ്ണടച്ചിട്ട് നിങ്ങൾ ആ മൂക്കിനൊന്ന് കാണാനായിട്ട് ശ്രമിച്ചു നോക്കിയേ. കാണാം. കാണാം. കാണുന്നുണ്ട്. കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, നമ്മുടെ 2 കണ്ണുകളും തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോഡി പാർട്ടായിട്ടുള്ള മൂക്കിനെ കാണാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ മൂക്കുകളെ മറച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പം അതാണ് നമ്മുടെ എന്താണ്, നമ്മളൊരു കാണാത്ത, അല്ലെങ്കിൽ നമ്മളൊരു ഈ കാണുന്ന ലോകവും കാണാത്ത ലോകം എന്ന് പറയുന്ന 2 ഫാക്ട് നമുക്കുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു കണ്ണ് തുറന്ന് വെച്ചാൽ, നമ്മൾ കണ്ണടച്ചു വെച്ചാൽ നമുക്ക് ലോകത്തുള്ള ഒന്നും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കണ്ണ് രണ്ടും തുറക്കുന്ന സമയത്ത് നമ്മുടെ മൂക്ക് കാണാൻ പറ്റാത്തത്. അതേസമയം ഒരു കണ്ണ് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമ്മുടെ മൂക്കുകളെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ ലോകത്ത് ഒരുപാട് കാണാൻ കഴിയാത്ത, അല്ലെങ്കിൽ നമ്മൾ കാണാൻ കഴിയുന്നതിനേക്കാളും ശക്തമാണ് നമുക്ക് കാണാൻ കഴിയാത്തത്. അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ഒരുപാട് വലുതാണ് നമുക്ക് കാണാൻ കഴിയാത്തത്. അത് നമ്മുടെ കാണാൻ കഴിയാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്ക് ഈ കണ്ണും മൂക്കും ചെവിയും എല്ലാം നമുക്ക് ഫിസിക്കലി കാണാൻ പറ്റും.
പക്ഷെ ഇന്റേണൽ ആയിട്ടുള്ള കിഡ്നിയെയോ, ലിവറിനെയോ ഇതിനൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ അതൊക്കെ പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് നല്ല ആരോഗ്യപരമായിട്ട് നടക്കാനും, ഓടാനും, ചാടാനും ഒക്കെ നമുക്ക് പറ്റുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും അകത്തുള്ള കാര്യങ്ങളെ നമ്മൾ കാണുന്നില്ല. പക്ഷെ എന്താണ് നമ്മൾ പുറത്തുള്ള കാര്യങ്ങളാണ് കാണുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും നോക്കാനുള്ള, നമുക്ക് എപ്പോഴും മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, നമ്മൾ ഈ ലോകത്ത് കാണാൻ കഴിയുന്നതിനേക്കാൾ, അത് നമ്മൾ കാണാൻ കഴിയുന്നതിനേക്കാൾ ശക്തമാണ്, കാണാൻ കഴിയുന്നതിനേക്കാൾ ശക്തമാണ് കാണാൻ കഴിയാത്തത്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തിനെ ഒരു ഇമോഷണലി നമുക്ക് കാണാനായിട്ട് പറ്റാത്ത, അല്ലെങ്കിൽ നമുക്കത് ഫിസിക്കലി നമുക്ക് ഇത് ചെയ്യാൻ പറ്റാത്തതിനേക്കാളും എത്രയോ വലുതാണ് നമ്മുടെ കാണാൻ പറ്റുന്നതിനെക്കാട്ടിലും പറ്റി നോക്കുക. അപ്പൊ നമ്മൾ മെയിനായിട്ട് നോക്കാനുള്ള കാര്യം മെന്റലി നോക്കുക, അതുപോലെ ഇമോഷണലി നോക്കുക, അതുപോലെ സ്പിരിച്വലി നോക്കുക. ഈ 3 കാര്യത്തിന്റെയും, അല്ലെങ്കിൽ ഇമോഷണലി, മെന്റലി ആൻഡ് ഫിസിക്കലി ഉള്ള കാര്യത്തിന്റെ ഒരു ഔട്ട്പുട്ടാണ് ഏതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കലായിട്ട് വരുന്നത്. അപ്പൊ ഫിസിക്കലായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? അതായത് നമുക്ക് നമ്മുടെ സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ സാധാരണയായിട്ട് എല്ലാവരും ടൈപ്പൊക്കെ ചെയ്യാറുണ്ടല്ലേ? നമ്മൾ പ്രിന്റ് എടുക്കാറുണ്ട്. സോ പ്രിന്റ് എടുക്കുന്ന സമയത്ത് സപ്പോസ് നിങ്ങളൊരു പ്രിന്റ് ഔട്ട് എടുക്കുകയാണ്. അപ്പൊ കുറച്ച് മിസ്റ്റേക്സ് കണ്ടു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? വീണ്ടും അടുത്ത, നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. വേറെ ഒന്നും ശരിയാക്കുന്നില്ല കേട്ടോ. അതായത് ഈ ഒരു പ്രോസസ്സിനകത്ത് നമ്മൾ വേറെ ഒന്നും ശരിയാക്കുന്നില്ല. നമ്മൾ വീണ്ടും ഒരു പ്രിന്റ് കൊടുക്കുകയാണ്. വീണ്ടും അതേ തെറ്റ് ആവർത്തിച്ച് വരുന്നു. വീണ്ടും പ്രിന്റ് കൊടുക്കുന്നു. വീണ്ടും ആവർത്തിച്ച് അതേ തെറ്റ് വരുന്നു. അതായത് നമ്മൾ വിചാരിക്കുന്നതാണ് ആ പ്രിന്ററിന്റെ എന്തോ കുഴപ്പം കൊണ്ടാണ് നമുക്ക് ആ പ്രിന്റിംഗ് മിസ്റ്റേക്സ് വരുന്നത് എന്നാണ്. അപ്പൊ നമ്മൾ വലിയ കാര്യത്തിൽ ഇത് ഇങ്ങനെ ഇരുന്ന് ഇറേസ് ചെയ്യണം. അതിനെ മായ്ച്ച് മായ്ച്ച് ആ ഒരു തെറ്റിനെ ഇങ്ങനെ മായ്ച്ച് 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 നമ്മൾ കളയണം. പക്ഷെ എന്തൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും അവിടെ എന്താ സംഭവിക്കുന്നെ? ആ ഒരു തെറ്റ് മായ്ക്കാനായിട്ട് പറ്റുന്നില്ല. നമ്മൾ അതിനെ തെറ്റ് മായ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ കീബോർഡ് എടുത്ത് വെച്ച് എവിടെയാണോ മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണോ മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്, അവിടെ എന്താണ് മിസ്റ്റേക്ക് എന്ന് നമ്മൾ കണ്ടുപിടിച്ച് ആ മിസ്റ്റേക്കിനെ റെക്ടിഫൈ ചെയ്തതിന് ശേഷം പ്രിന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? നമുക്ക് കറക്റ്റ് ആയിട്ട് വരത്തില്ല. നമ്മുടെ ജീവിതത്തിലും ഇതാണ് പറയുന്നത്. നമ്മളെപ്പോഴും പറയും എനിക്ക് കടമുണ്ട്, എനിക്ക് ബാധ്യതയുണ്ട്, എനിക്ക് അതുണ്ട്, എനിക്കിതാണ് പ്രശ്നം, എനിക്കിതാണ്. പക്ഷെ എന്തുകൊണ്ട് ആ പ്രശ്നം വന്നു എന്ന് നിങ്ങൾ ആരും എന്ത് ചെയ്യുന്നില്ല? ചിന്തിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ പറയുമായിരിക്കും ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം എന്റെ സാഹചര്യം ഇതായതുകൊണ്ടാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. ആ സാഹചര്യങ്ങളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുക. ആ സാഹചര്യങ്ങൾ വന്നതിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുക്കാനായിട്ട് പഠിക്കുക. ഇങ്ങനെ സാഹചര്യങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് പറ്റുന്നത്? നമ്മുടെ ഒരുപാട് ചേഞ്ചസ് നമുക്ക് വരുന്നത്. ഓക്കെ. ഇപ്പം ഇങ്ങനെയുള്ള നമ്മുടെ ഈ ഒരു ചേഞ്ചസ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് നേരത്തെ പറഞ്ഞ കണക്ക് MES ചെയ്യുക. മെന്റലി, ഇമോഷണലി, സ്പിരിച്വലി നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ക്ലെൻസിങ്ങുകൾ നമ്മൾ ചെയ്യുക. പതുക്കെ പതുക്കെ, ഇത് ഒരൊറ്റ രാത്രി കൊണ്ട് മിറക്കിൾസ് ഒന്നും സംഭവിക്കത്തില്ല. പക്ഷേ എന്താണ്? നമുക്ക് അത് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുത്ത് കഴിഞ്ഞാൽ, നമുക്കിത് ചെയ്യാൻ പറ്റും എന്ന് നമ്മളൊരു തീരുമാനം എടുത്ത് കഴിഞ്ഞാൽ, ഓരോ ദിവസവും നമുക്ക് എന്ത് ക്ലെൻസ് ചെയ്ത്, ക്ലെൻസ് ചെയ്ത്, ക്ലെൻസ് ചെയ്ത് നമുക്ക് പോകാനായിട്ട് പറ്റും. അത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ പണമില്ലായ്മ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രശ്നമല്ല. പണമില്ലായ്മ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രശ്നമല്ല. നമ്മൾ സമ്പന്നനോ അല്ലെങ്കിൽ ദരിദ്രനോ നല്ലതോ ചീത്തയോ ഒന്നും നമ്മുടെ പ്രശ്നങ്ങളല്ലല്ല. പക്ഷെ ആ ഒരു റിയാലിറ്റിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് ആ ഒരു റിയാലിറ്റി ഇനി ഫ്യൂച്ചറിൽ വരാതിരിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ വരാതിരിക്കാനായിട്ട് നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് ആ കാര്യങ്ങളെ പറ്റി നമ്മൾ ചെയ്യാം. നിങ്ങൾ ആദ്യം മാറ്റേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഈ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുണ്ടല്ലോ, നമ്മുടെ കടം എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ ഉച്ചരിക്കരുത്. കടം അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്ന ഒരു വാക്കിനെ നമ്മൾ ഉച്ചരിക്കാൻ പോകരുത്. അതിന് പകരം നമ്മൾ അതിനൊരു പോസിറ്റീവ് വാക്കങ്ങ് ഇടുക. സോ ഞാൻ പറയുന്ന പോസിറ്റീവ് വാക്കെന്ന് പറഞ്ഞാല് ഫിനാൻഷ്യൽ അബണ്ടൻസ് എന്ന് പറയാം. ഇപ്പൊ നിങ്ങൾക്ക് എത്ര കടമുണ്ടെന്ന് പറയാം. ഈ കടം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വാക്കാണ്. നിങ്ങൾ ഈ കടം, 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 എനിക്ക് ബുദ്ധിമുട്ടാണ്, എന്നെ ആളുകൾ പറ്റിക്കുന്നു, ഇങ്ങനെ നിങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് തന്നെയാണ് യൂണിവേഴ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്ന സിഗ്നൽസ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അതിനൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കുക. കടം എന്ന് പറയുന്ന വാക്കിന് നിങ്ങൾ എല്ലാവരും ജീവിതത്തിൽ നിന്ന് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ആ വാക്ക് ഉപയോഗിക്കാതിരിക്കുക. അതിന് പകരം എന്ത് ചെയ്യുക? ഫിനാൻഷ്യൽ അബണ്ടൻസ് എന്ന് ഉപയോഗിക്കുക. ഫിനാൻഷ്യൽ അബണ്ടൻസ്. ഇപ്പം എനിക്കൊരു ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ട്. ഇനി നിങ്ങൾ ഇപ്പം എന്നോടിപ്പം എന്തെങ്കിലും സംസാരിക്കുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ഇത്ര ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ട് എന്ന് മാത്രമേ പറയൂ. അപ്പോൾ ഫിനാൻഷ്യൽ അബണ്ടൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും. കാരണം എന്തുവാണ്? ഇങ്ങനെയൊക്കെ. അപ്പം നിങ്ങൾ എപ്പോഴും നിങ്ങൾ മറ്റൊരാൾക്ക് പറയുമ്പോഴും
ഫിനാൻഷ്യൽ അബണ്ടൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ആ ഒരു അബണ്ടൻസിനെയാണ് നമ്മൾ പറയുന്നത്. സമൃദ്ധിയാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ സമൃദ്ധിയാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് എത്ര രൂപയാണോ ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉള്ളത്, അതിന് നിങ്ങൾ പറയുക. അപ്പം നിങ്ങളുടെ എന്തായിരിക്കും, നിങ്ങൾക്ക് ഇപ്പം 10,00,000 രൂപയുടെ ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ് ഉള്ളതെങ്കിൽ നിങ്ങളത് പറയണം. സ്ഥിരമായിട്ട് പറയണം. എനിക്ക് 10,00,000 രൂപയുടെ ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ് എന്ന് നിങ്ങൾ സ്ഥിരമായിട്ട് പറയുമ്പോൾ ആ 10,00,000 രൂപയുടെ ആ ഒരു കടം എന്ന് പറയുന്ന പ്രോസസ്സ് മാറിയിട്ട് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഫിനാൻഷ്യൽ ആ ഒരു പണം നിങ്ങളുടെ അടുത്തോട്ട് വരാനായിട്ട് തുടങ്ങും. അത് നമ്മൾ റിസീവ് ചെയ്യുക. നമ്മൾ ചെയ്യേണ്ട കാര്യം റിസീവ് ചെയ്യുക. ഇപ്പൊ നമ്മളിപ്പോ മാറ്റത്തിനായിട്ട് ഇപ്പൊ നിങ്ങൾ എല്ലാവരും വന്നിരിക്കുന്ന ഒരു ചേഞ്ചിലാണ് അല്ലേ? ആണോ അല്ലേ? നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക മാറ്റങ്ങൾ മാറണം എന്നുള്ള ഇതിന് വേണ്ടിയിട്ടല്ലേ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നേ? അതെ അതെ അതെ. അപ്പൊ നിങ്ങൾ ചേഞ്ചിനായിട്ട് ഒരുങ്ങുകയാണെന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഇപ്പൊ നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മറന്നുപോകും. കാരണം നമുക്ക് എന്താണ് പറയാ, ഒരു കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് നേരമേ ഉള്ളൂ. അതേസമയം നിങ്ങൾ കാണുന്നത് ഒരിക്കലും മറക്കില്ല അല്ലേ? അതായത് നിങ്ങളൊരു സിനിമ കാണുകയാണെങ്കിൽ പോലും ആ സിനിമ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പണം, പണം എന്ന് പറഞ്ഞ് നിങ്ങൾ കേൾക്കുന്നതിന് പകരം നിങ്ങൾ പണത്തിന്റെ നോട്ടുകെട്ടുകളെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഈ പണം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരാളിങ്ങനെ പണത്തിനെ കുറിച്ച് പറയുമ്പം ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇപ്പം പണത്തിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ തേർഡ് ഐ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഈ പോയിന്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ണടച്ചിട്ട് നിങ്ങൾക്ക് ആ പണം ഉണ്ട് അല്ലെങ്കിൽ ആ പണത്തിന്റെ നോട്ടുകെട്ടുകളെ നിങ്ങൾ എന്ത് ചെയ്യുക? കാണാനായിട്ട് ശ്രമിക്കുക. തേർഡ് ഐയിൽ, അതായത് നമ്മുടെ ഇവിടുത്തെ തേർഡ് ഐയിൽ നമ്മൾ കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യമൊന്നും പറ്റില്ല, അത് കുഴപ്പമില്ല. എന്നാൽ പോലും നിങ്ങളുടെ കയ്യിൽ എടുത്ത് വെച്ച് ആ നോട്ടിനെ കെട്ടുക, അല്ലെങ്കിൽ ആ ഒരു നോട്ട് പീസിനെ എടുത്ത് വെച്ചിട്ട് ആ പണത്തിനെ നിങ്ങൾ സ്നേഹിക്കുക. അപ്പൊ പണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ 100ന്റെയും 500ന്റെയും എല്ലാത്തിന്റെയും നോട്ടുകെട്ടുകൾ വേണം നിങ്ങളുടെ അടുത്ത് വരാനായിട്ട്. അപ്പം പണം എന്ന് കേൾക്കുമ്പോൾ നമുക്കത് മറന്നും ഇതൊക്കെ ആയിട്ട് പോകും. പക്ഷെ ആ പണത്തിനെ നമ്മൾ എന്താ ചെയ്യുക? കാണാനായിട്ട്, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ കാണാനായിട്ട് ഇത് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ ഒരു പണം അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് എന്തായിരിക്കും, നിങ്ങൾ എപ്പോഴും മനസ്സിലാകും. അതായത് ഇപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് പറഞ്ഞു. ആ ആക്ടിവിറ്റി നിങ്ങൾ ചെയ്തതിൽ കൂടെ, അല്ലെങ്കിൽ ആ ആക്ടിവിറ്റി നിങ്ങൾ എന്താണ് അത് കണ്ടു, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നതാണ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ് കണ്ടു. അത് നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വരുന്ന മാറ്റങ്ങളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ആദ്യം ഒരു കാര്യം നിങ്ങൾ കേൾക്കുക. രണ്ടാമത് കേൾക്കുന്ന കാര്യത്തിനെ നിങ്ങൾ എന്ത് ചെയ്യുക? കാണാനായിട്ട് ശ്രമിക്കുക. ഈ കാണാനായിട്ട് ശ്രമിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്യുക. ചെയ്തു തുടങ്ങുക. അപ്പൊ ചെയ്യുന്നതിൽ കൂടെ നമ്മളൊരു കാര്യം ചെയ്യുന്നതിൽ കൂടെ ഇപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ ഒരു വീട്ടില് കുക്കിംഗ് ആണെങ്കിൽ പോലും ഇപ്പൊ ഒരു ചായ ഉണ്ടാക്കുക എന്ന് പറയുമ്പം ഒന്ന് നമ്മൾ ആദ്യം ആ ചായ ഉണ്ടാക്കുന്ന കുറെ ഇൻഗ്രീഡിയൻസ് നമ്മൾ കേൾക്കും. പിന്നീട് അത് നമ്മൾ എന്ത് ചെയ്യും? കാണും. അത് കണ്ടു പഠിക്കും. പിന്നീട് നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫിലോട്ട് അത് പ്രാവർത്തികമായിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ കേൾക്കുക. ഫസ്റ്റ് കാര്യം നിങ്ങൾ കേൾക്കുക. രണ്ടാമത്തെ കാര്യം അത് നിങ്ങൾ കാണുക. മൂന്നാമത് അത് നിങ്ങൾ ചെയ്യുക. ഈ 3 പ്രവൃത്തിയെയാണ് നമ്മൾ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഈ പണത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് പണത്തിനെ കുറിച്ച് ഞാൻ പറയുമ്പോഴൊക്കെ നിങ്ങളുടെ ചുറ്റും ആ പണത്തിന്റെ നോട്ടുകെട്ടുകൾ, അല്ലെങ്കിൽ ആ ഒരു പൈപ്പ് തുറന്നു വിട്ട് ഇങ്ങനെ ആ കോയിൻസ് ഒക്കെ വരുന്നത് നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, എന്റെ കയ്യിൽ ആ പൈസ മൊത്തം എന്റെ കയ്യിലുണ്ട്. ആ പൈസ എന്റെ കയ്യിലുണ്ട്. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് ഫിസിക്കൽ മണി നമ്മൾ വെക്കുക എന്ന് പറഞ്ഞത്. സോ ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്ത് പണം എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ കുറിച്ച്, നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് പതുക്കെ പതുക്കെ ഇതൊന്ന് എന്ത് ചെയ്യുക? ഒരു 5 മിനിറ്റ് രാവിലെ ഉറക്കം എണീറ്റിട്ട് നിങ്ങൾ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. ജസ്റ്റ് നിങ്ങൾ പറയുക, ഇപ്പം 1000, 2000 എന്ന് പറയുന്ന ഒരു കൗണ്ട് നിങ്ങൾ പറയുക. എന്നിട്ട് ആ പണം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ആ പണത്തിനെ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. 100ന്റെ നോട്ടായിട്ടോ 500ന്റെ നോട്ടായിട്ടോ 200ന്റെ നോട്ടായിട്ടൊക്കെ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ കയ്യിലോട്ട് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുക. അത് കയ്യിലകത്ത് വരുന്ന സാധനത്തിനെ നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പറയുക, താങ്ക് യു യൂണിവേഴ്സ് എന്നോ അല്ലെങ്കിൽ താങ്ക് യു ഗോഡ് എന്നോ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളോടോ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിനോടോ ഇതിന് വേണ്ടി നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾ ഇന്ന് ചെയ്യുക. ഓക്കെ, സോ ആക്ടിവിറ്റിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഇട്ടുതരാം. അപ്പൊ ആക്ടിവിറ്റി ചെയ്യേണ്ടതാണ്, നമ്മൾ പണത്തിന്റെ ഒരു കൗണ്ട് പറഞ്ഞതിന് ശേഷം ആ പണത്തിന്റെ കൗണ്ട്, അത് നിങ്ങൾ എല്ലാവരും ചേഞ്ചിന് ട്രാൻസ്ഫോർമേഷന് വന്നിരിക്കുന്നവരാണ്. ഈ ട്രാൻസ്ഫോർമേഷന് വന്നിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? പറയുന്ന കാര്യങ്ങൾ ഫസ്റ്റ് കൗണ്ട്
കേൾക്കുക. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ പറയുക. പറഞ്ഞതിന് ശേഷം അത് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? അത് ഉപയോഗിക്കുന്നതായിട്ട് ആ പണം കൊണ്ട് നിങ്ങൾ എന്തിനൊക്കെയാണോ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നോക്കുക. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇപ്പം നിങ്ങൾക്ക് തന്നെ ഐ എം എ മണി മാനിഫെസ്റ്റർ എന്ന് എഴുതിയ സമയത്ത് നിങ്ങൾക്കുണ്ടായ ചേഞ്ച് ആർക്കെങ്കിലും ഒരാൾക്കൊന്ന് പറയാവോ? നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡും ഉണ്ട്. നിങ്ങൾ ആ ഒരു ഐ എം എ മണി മാനിഫെസ്റ്റർ എന്ന് എഴുതിയ സമയത്ത് നിങ്ങൾക്കുണ്ടായ ഒരു ചേഞ്ച്. ഉം. ഹലോ. ആ, പറഞ്ഞോളൂ സർ. ആദ്യം ഞാനൊരു 3-4 വട്ടം എഴുതിയപ്പോഴത്തേക്ക് നമുക്ക് പറ്റുന്നില്ലായിരുന്നു. ഉം. അയച്ച് നിർത്താം. പക്ഷെ പിന്നെ കണ്ടിന്യൂസ് ചെയ്ത് ഒരു ഏഴാമത്തെ കഴിഞ്ഞ് 8ാമത്തെ എഴുതി തുടങ്ങിയപ്പോഴത്തേക്ക് ഉം. ഓട്ടോമാറ്റിക് ആയിട്ട് ഉം. ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ പോകുന്ന Yes. കാരണം എന്താണ് നമ്മളത് കേട്ടു. അത് മണി മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞ് കേട്ടു. നിങ്ങൾ രണ്ടാമത് എന്ത് ചെയ്തു? അത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മളിത് കാണാനായിട്ട് ആ ഒരു എഴുത്ത് കാണാനായിട്ട് തുടങ്ങി. അപ്പൊ നിങ്ങൾക്ക് അവിടെ എന്ത് റെസിസ്റ്റൻസ് വന്നു. ആ റെസിസ്റ്റൻസ് വരും. കാരണം വെച്ചാൽ നമ്മളൊരു കാര്യം ചെയ്യാത്തൊരു കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് റെസിസ്റ്റൻസ് വരും. ആ റെസിസ്റ്റൻസ് വരുമ്പോഴും നമ്മളെന്ത് വീണ്ടും നമ്മള് ശ്രമിക്കുമ്പോഴാണ് നമുക്ക് അവിടെ എന്ത് വരുന്നത്? മാറ്റങ്ങൾ നമുക്ക് വരുന്നത്. അപ്പം ആ ഒരു മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എനർജിയാണ് നമുക്ക് ബാലൻസ് ചെയ്തത്. അപ്പൊ നമ്മുടെ എനർജി നമ്മൾ റേസ് ചെയ്യും. സോ നമ്മുടെ എനർജി റേസ് ചെയ്യുമ്പോൾ നമ്മളത് എനർജി എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഒരു കാര്യം പറഞ്ഞാൽ നമ്മുടെ എനർജി നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ കംപ്ലീറ്റ് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ സാറ് ഇപ്പൊ അത് കഴിഞ്ഞത് ഒരു 4 പ്രാവശ്യം എഴുതിയപ്പോൾ ഭയങ്കര റെസിസ്റ്റൻസ് ആയിരുന്നു. പക്ഷെ 7ാമത്തെ 8ാമത്തെ പ്രാവശ്യത്തിലോട്ട് പോയ സമയത്ത് ആ ഫുൾ എനർജി അല്ലെങ്കിൽ സാർ ആ മണി മാനിഫെസ്റ്റർ എന്ന് എഴുതാനായിട്ട് ശ്രമിച്ച സമയത്ത് ബോഡിയിൽ ഒരു എനർജി ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നില്ലായിരുന്നു? ഒരു എനർജി കണ്ടില്ലായിരുന്നു? ഒരു എനർജി ആ എനർജിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ എല്ലാ ബോഡി സെൽസിലോട്ട് പോകും. ഇങ്ങനെ ബോഡി സെൽസിലോട്ട് പോകുന്ന സമയത്ത് ഈ ബോഡി സെൽസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് എടുക്കുമ്പോൾ നമ്മൾ പറയുന്ന അഫർമേഷൻസ് എന്ത് നമ്മൾ അഫർമേഷനിലോട്ട് പതുക്കെ പതുക്കെ നമ്മുടെ ഇന്നർ മൈൻഡ് നമ്മളിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ നിന്നും എനർജി നമ്മൾ എടുത്തതിന് ശേഷം ഈ എനർജിയുടെ ഒരു ഫ്രീക്വൻസി നമ്മൾ യൂണിവേഴ്സിലോട്ട് അയക്കും. അതായത് നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷനിൽ വരുന്ന സംഭവം എങ്ങനെയാണ്? അതായത് നമ്മളായിട്ട് തീരാൻ നമുക്ക് എന്താണോ വേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു അഫർമേഷൻ പറയുക. അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുക്കുക. അങ്ങനെ തീരുമാനം എടുത്ത് നമ്മുടെ ബോഡിക്കകത്തോട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ നമുക്ക് റെസിസ്റ്റൻസ് വരും. പിന്നീട് ആ റെസിസ്റ്റൻസിനെ മറികടന്നുകൊണ്ട് നമ്മൾ നമ്മുടെ ബോഡി പാർട്ടിനകത്ത് അല്ലെങ്കിൽ സെൽസിനകത്ത് എല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഇൻബിൽട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അതായി തീരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളിൽ നിന്നുള്ള ഒരു എനർജി എന്ത് ചെയ്യും? നമ്മുടെ യൂണിവേഴ്സിലോട്ട് പോകും. ഇങ്ങനെ യൂണിവേഴ്സിലോട്ട് പോയി കൊടുക്കുമ്പോഴാണ് യൂണിവേഴ്സ് എവിടുന്നെങ്കിലും നമുക്ക് ആവശ്യമുള്ള സോഴ്സിനെ കണ്ടുപിടിച്ചുകൊണ്ട് തരുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അത് നമുക്ക് ക്ലാരിറ്റി വേണം. എനിക്ക് ഇത്ര മണി വേണം എന്നുള്ളൊരു ക്ലാരിറ്റി മാത്രം മതി. എനിക്ക് ഇത്ര മണി വേണം. എനിക്ക് ഇതാണ് ചെയ്യേണ്ടത്. ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. എല്ലാത്തിനും നന്ദി എന്ന് മാത്രം പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ വരുന്ന ആ ഒരു ചേഞ്ച് ആണ്, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? യൂണിവേഴ്സിൽ നമ്മുടെ എനർജി വൈബ്രേഷൻസ് യൂണിവേഴ്സിൽ പോവുകയാണ്. അപ്പൊ യൂണിവേഴ്സിൽ പോകുമ്പോൾ അറിയാം. യൂണിവേഴ്സ് ഇപ്പം നിങ്ങൾ എല്ലാവരും എന്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ ഞാൻ കൊടുത്ത ഒരു എനർജി വൈബ്രേഷൻ ആണ്. ആ ഒരു എനർജി വൈബ്രേഷനിലാണ് പല ആൾക്കാരും ഞാനുമായിട്ട് കണക്ട് ചെയ്യുന്നത്. നമുക്ക് സോഴ്സസ് എന്ത് ചെയ്യും? യൂണിവേഴ്സ് നമുക്ക് സോഴ്സസ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമുക്ക് ഇന്ന പ്രശ്നം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമുക്ക് ഇതാണ് പ്രോബ്ലം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരിക്കാനായിട്ട് ഒരിക്കലും ഇതാണ് ഇന്ന് സാർ രാവിലെ നിങ്ങൾ എഴുതിയ സമയത്ത് നടന്ന അതിന്റെ ഒരു മാജിക് എന്ന് പറയുന്ന ഒരു സംഭവം ഇതാണ്. സോ ഇതാണ് ആക്ച്വലി നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ. അതായത് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് എന്ന് പറയും. അതായത് നമ്മൾ ലോ ഓഫ് അട്രാക്ഷനകത്ത് ഒരു 5 ബേസിക് പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. അപ്പം അത് പറയുന്നതിന് മുമ്പ് അപ്പം ഈ ഒരു സംഭവമാണ് ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങൾ എഴുതിയ സമയത്ത് നിങ്ങളുടെ ലൈഫിനകത്ത് സംഭവിച്ച കാര്യം. ഓക്കെ, ഇത് കേട്ടപ്പോൾ എന്ത് ഫീൽ ചെയ്യുന്നുണ്ട്? സന്തോഷം. താങ്ക് യു. ജോസഫ് സാർ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഉണ്ട് മാം. പറഞ്ഞോളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രാവിലെ എഴുതാൻ തുടങ്ങിയപ്പം ഇപ്പൊ തൊട്ട് മുമ്പ് പറഞ്ഞ സാറ് പറഞ്ഞ പോലെയല്ല, അതിലും ഹെവി ആയിരുന്നു എന്റെ കണ്ടീഷൻ. അതായത് ഒരു 8 എണ്ണം എഴുതുന്നത് വരെ നല്ല സ്ട്രെയിൻ ആയിരുന്നു. ശരിക്കും സ്ട്രെയിൻ കയ്യിലല്ല, ഒരു ലെഫ്റ്റ് സൈഡാണ്. ശരിക്കും ലെഫ്റ്റ് സൈഡാണ് ആ സ്ട്രെയിന്. നല്ലപോലെ ഒരു
11 ഇതും എഴുതി, രണ്ടാമത് നമ്മുടെ മാഗ്നറ്റിന്റെ മണി മാഗ്നറ്റ് എന്നും കൂടി എഴുതി കഴിഞ്ഞപ്പോഴത്തേനും അത് നല്ലപോലെ ഹൈ പിച്ചിലായിരുന്നു. അത് ഏകദേശം ഒരു വൈകുന്നേരം 4 മണി വരെ ഉണ്ടായിരുന്നു എന്റെ തലയിൽ. ഉണ്ടായിരുന്നല്ലേ സാർ? അപ്പൊ അങ്ങനെയാണെങ്കിൽ വീണ്ടും രാത്രി ഒന്നും കൂടി എഴുതുക. അപ്പം അത് വീണ്ടും ഇത് ചെയ്യും, റിവയർ ചെയ്യും. അപ്പൊ നമ്മൾ രാവിലെ ചെയ്ത് വൈകുന്നേരം എന്ന് നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എപ്പോഴാണോ എനർജി ഡൗൺ ആവുന്നത് അപ്പൊ വീണ്ടും ഒരു 11 ടൈംസ് അങ്ങ് എഴുതി പോവാം. ഓക്കെ, എന്തായാലും എഴുതും. എഴുതുക. അപ്പം എപ്പോഴാണോ എനർജി ഡൗൺ ആവുന്നത് അപ്പോഴല്ലേ ഇതങ്ങ് എഴുതി അങ്ങ് പോയാൽ മതി. അപ്പം അവർ കൺസിസ്റ്റന്റ് ആയിട്ട് എന്തെയും ഇത് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളെന്നും സ്ട്രേഞ്ചേഴ്സ് സീക്രട്ട് കേൾക്കുന്നുണ്ട്. എന്നാണോ ഈ മണിയെക്കുറിച്ച് ഞാൻ കുറച്ചധികം കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്, നെക്സ്റ്റ് ഡേ മുതൽ അതിൽ നിന്നൊരു സ്പെഷ്യൽ മ്യൂസിക് എനിക്ക് കേൾക്കാൻ പറ്റും. അത് ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ കുറെ ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കേൾക്കുന്നുണ്ടോ? പക്ഷെ ഇതേവരെ അവരാരും കേട്ടിട്ടില്ല. അത് മാത്രമല്ല, ഈ മണിയെക്കുറിച്ച്, മണി മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ മണി ബ്ലോക്ക്, ഇതൊക്കെ കുറച്ച് ഒരു ചേഞ്ച് വരുന്ന നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് എനിക്ക് ആ മ്യൂസിക്കിൽ കേൾക്കാൻ പറ്റുക. അപ്പൊ ഞാനത് തോന്നലാണോ എന്ന് അറിയാൻ വേണ്ടി, ഇതല്ലാതെ കഴിഞ്ഞ ആഴ്ച ഞാൻ ശ്രദ്ധിച്ചു, അന്നേരം ആ മ്യൂസിക്കിൽ കേൾക്കുന്നില്ല, ചെറിയ ഒരു മൈന്യൂട്ടായിട്ട് കേൾക്കുന്നുള്ളൂ. പക്ഷെ ഇന്ന് രാവിലെ എനിക്ക് ആ മ്യൂസിക് ഓൾമോസ്റ്റ് ഒരു 10 to 15 മിനിറ്റ്സ് അത് അതിൻ്റെ ഉള്ളിൽ കേൾക്കുന്നുണ്ട്. സം കൈൻഡ് ഓഫ്, അത് പറയാൻ അറിയത്തില്ല, ആ മ്യൂസിക് അങ്ങനെ വരുന്നുണ്ട്. എനിക്കൊന്ന് സാർ, എനിക്കൊന്ന് ആ ബ്ലോക്കിൽ നിന്ന് പതുക്കെ പതുക്കെ പുറത്തോട്ട് ഇറങ്ങുന്നതുകൊണ്ടാണ് ഉണ്ടെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇല്ല, സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളത് അതിനകത്ത് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് എവിടെ നിന്നൊക്കെ കുറെ സോഴ്സുകൾ കിട്ടും. അപ്പൊ നമുക്ക് ഒരുപാട് ഐഡിയാസും കാര്യങ്ങളും ഒക്കെ കിട്ടും. ഈ ഐഡിയാസും കാരണം അതായത് നമ്മുടെ ബ്ലോക്കുകൾ മാറുമ്പോഴാണ് നമ്മുടെ ചുറ്റിനും നമുക്ക് കുറെ ഐഡിയാസ് വരും. ഈ ഐഡിയാസിൽ നമ്മൾ പിടിച്ചൊന്ന് കാല് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലോക്കുകൾ പതുക്കെ പതുക്കെ മൂവ് ചെയ്യും. കാരണം ബ്ലോക്കുകളെ പറ്റി ചിന്തിക്കാൻ സമയമില്ലല്ലോ, നമുക്ക് ഐഡിയാസ് കിട്ടിയില്ല, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു തുടങ്ങും. അതെ അതെ. അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഈവൻ ഇന്ന് എന്റെ ഫേസ് നോക്കിയാൽ തന്നെ കുറച്ചൊക്കെ മനസ്സിലാവും, ഇന്നലെ കണ്ട ആളെ അല്ല ഞാൻ. അതെ, തീർച്ചയായും. ഒത്തിരി താങ്ക്സ്. താങ്ക് യു സർ. ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ചെയ്ത ആർക്കെങ്കിലും? സത്യമായിട്ടും ഞാൻ ഇന്ന് രാവിലെ എഴുതാൻ വിട്ടുപോയി. ആണോ? കുഴപ്പമില്ല. ഞാൻ ഇന്നലെ വൈകുന്നേരം എഴുതിയായിരുന്നു. അപ്പൊ എന്താ സംഭവിച്ചത്? എനർജി പകർന്നു കിട്ടുന്നുണ്ട്. ഒരു എനർജി പകർന്നു കിട്ടുന്നുണ്ടല്ലേ? ഓക്കെ. നമ്മൾ ആ എനർജി തന്നെയാണ് നമ്മുടെ യൂണിവേഴ്സിന് നമ്മൾ കൊടുക്കാനുള്ളത്. നിങ്ങൾ എല്ലാ ദിവസവും രാവിലെയും രാത്രിയും പറഞ്ഞ നേരത്തെ ജോസ് സാർ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് എവിടെയെങ്കിലും എനർജി ഡൗൺ ആയിട്ട് വരുന്ന പോയിന്റ് ഉണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ എഴുതുക, അല്ലെങ്കിൽ നിങ്ങൾ അത് പറയുക. ഇപ്പൊ എഴുതാനുള്ള സാഹചര്യം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 2 അഫർമേഷൻസ് നിങ്ങൾ പറയുക. ഇന്ന് നമുക്ക് അപ്പം ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്ന ഒരു അഫർമേഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എപ്പോഴും പറയേണ്ട കാര്യം നിങ്ങളുടെ ഘടകങ്ങളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മണി വരുന്നില്ല എന്നുള്ളതിനെ കുറിച്ചിട്ട് മാറ്റിയിട്ട് ഞാനിപ്പോൾ സമ്പന്നനാണ് ഇത് പറയാം. ഞാനിപ്പോൾ സമ്പന്നൻ, നമ്മൾ പ്രസന്റ്ലി പറയാം, ഞാനിപ്പോൾ സമ്പന്നൻ, അല്ലെങ്കിൽ ഐ ആം റിച്ച്, അല്ലെങ്കിൽ ഐ ആം റിച്ച് നൗ. ആ ഒരു അഫർമേഷൻ പറയാം, ഞാനിപ്പോൾ സമ്പന്നനാണ് എന്ന് നിങ്ങൾ പറയാം. നിങ്ങൾക്ക് ഡൗൺ എനർജി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ എനിക്കത് കിട്ടുന്നില്ല, എനിക്ക് അവർ പൈസ തരുന്നില്ല, എനിക്ക് ഇവരെ പൈസ, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് പറയുമ്പം നിങ്ങൾ അവിടെ നിന്ന് പറയാം, ഞാനിപ്പോൾ സമ്പന്നനാണ്, ഞാനിപ്പോൾ സമ്പന്നനാണ്, ഞാനിപ്പോൾ സമ്പന്നൻ. ഇങ്ങനെ നിങ്ങളൊരു 10ഓ 15ഓ പ്രാവശ്യം നിങ്ങൾ അങ്ങ് എന്ത് ചെയ്യുക, പറയുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും ഈ ഒരു മാറ്റങ്ങൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ആന്തരിക ലോകം നമ്മുടെ ബാഹ്യ ലോകത്തെ സൃഷ്ടിക്കുന്നു. അതായത് നമ്മുടെ ഇന്നർ വേൾഡ് ആണ് നമ്മുടെ ഔട്ടർ വേൾഡിനെ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്ന എന്നുള്ള കാര്യം നമ്മളത് മനസ്സിലാക്കുക. പിന്നെ ഇനി നിങ്ങളുടെ കൈ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ തലയിൽ കൈ വെച്ചിട്ട് നിങ്ങൾ പറയുക, എനിക്കൊരു കോടീശ്വര മനസ്സാണുള്ളത്, എനിക്കൊരു കോടീശ്വര മനസ്സാണുള്ളത്, എനിക്കൊരു കോടീശ്വര മനസ്സാണുള്ളത്. ഇത് നിങ്ങൾ എല്ലാ ദിവസവും പറയുക, രാവിലെ എണീറ്റിട്ട് നിങ്ങൾ പറയുക. ഇപ്പൊ നിങ്ങളത് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നിങ്ങൾ മിററിൽ പോയി നിന്നിട്ട് പറയാം, എനിക്കൊരു കോടീശ്വര മനസ്സ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ചേഞ്ചസ് വരും. നമ്മൾ സാധാരണയായിട്ട് പറയും, മിററിന്റെ ഒരു കാര്യമുണ്ട്, നമ്മൾ ചിരിക്കുന്ന സമയത്ത് മിറർ നമ്മുടെ കൂടെ ചിരിക്കും. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സങ്കടം വരുന്ന സമയത്ത് നിങ്ങൾ മിററിൽ പോയി നിന്ന് കരയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഓപ്പോസിറ്റ് ആക്ഷൻ ആയിരിക്കും. കാരണം വെച്ചാൽ നിങ്ങൾക്ക് അവിടെ കരച്ചിലല്ല വരുന്നത്, നിങ്ങൾക്ക് അവിടെ ചിരിയാണ് വരുന്നത്. പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മുടെ കരച്ചിൽ അല്ലെങ്കിൽ നമ്മുടെ കരയുന്ന കാര്യം നമുക്ക് കാണുന്നത് നമുക്ക് താല്പര്യമുള്ളതല്ല. മറ്റുള്ളവർ കരയുന്നതാണ് നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്.
നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് ഇങ്ങനെയുള്ള അഫർമേഷൻസ് പറയുക. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എനർജി ട്രാൻസ്ഫോർമേഷൻസ് വരും. ഈ എനർജി നമ്മുടെ ബോഡിക്കകത്ത് കൊടുക്കുന്ന എനർജിയെ നമ്മൾ എത്രത്തോളം നമ്മൾ കൊടുക്കാം, ഹൈയിൽ കൊടുക്കാൻ പറ്റുമോ അങ്ങനെ ഹൈയിൽ കൊടുത്തു കഴിയുമ്പോൾ ഈ ഒരു എനർജിയാണ് യൂണിവേഴ്സിലോട്ട് പോകുന്നത്. നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിലോട്ട് എനർജി അങ്ങ് അയച്ചിട്ട് നിങ്ങൾ മിണ്ടാതിരുന്നാൽ മതി. നിങ്ങൾക്ക് പണം വരുന്ന രീതികൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും വരും. കാരണം വെച്ചാൽ ചിലപ്പോൾ നേരത്തെ വരുമായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് താമസിച്ച് വരുമായിരിക്കാം. അത് നമ്മളെ ഡിപ്പെൻസ് ആണ്. അത് നമ്മുടെ ബ്ലോക്കുകൾക്ക് അനുസരിച്ചിട്ടായിരിക്കും അത് വരുന്നത്. എന്ന് പറഞ്ഞുകൊണ്ട് അയ്യോ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എനിക്ക് വന്നില്ല എന്ന് നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യരുത്. കാരണം വെച്ചാൽ നമ്മൾ ഇത്രയും നാളും ചെയ്യാത്ത പല കാര്യങ്ങളാണ് ഇപ്പോഴും ചെയ്യുന്നത്, അല്ലേ? അപ്പൊ ഒരു കുഞ്ഞ് ഇപ്പൊ നമുക്ക് നടക്കുക എന്ന് പറഞ്ഞപ്പം ആ കുഞ്ഞിന്റെ വളർച്ച തന്നെ നോക്കുക. ഒരു കുഞ്ഞിനെ തന്നെ എടുക്കുക. ഒരു കുഞ്ഞ് ഒരു 1.5 ഇയേഴ്സ് എടുക്കുമ്പോഴാണ് ആ കുഞ്ഞ് പതുക്കെ ഒന്ന് ക്രോൾ ചെയ്ത് പതുക്കെ ഒന്ന് ഇരുന്ന് ഇങ്ങനെ ആ ഒരു കുഞ്ഞിന്റെ ഒരു ജേർണി നമ്മൾ എപ്പോഴും ഒരു ബേബി ആയിരിക്കണം. ബേബിയുടെ മൈൻഡിൽ നമ്മൾ നിൽക്കുക. കാരണം വെച്ചാൽ ബേബിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നിനെ കുറിച്ച് കൂടുതൽ അറിയത്തില്ല. ബേബിക്ക് എന്താണ് അപ്പോഴുള്ള സന്തോഷം അപ്പോഴുള്ള. അപ്പൊ അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എപ്പോഴും പോസിറ്റീവ്. നിങ്ങൾക്ക് ഇപ്പൊ സങ്കടം വരുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ കുട്ടികളെയോ അല്ലെങ്കിൽ വേറെ അടുത്തുള്ള കുഞ്ഞുങ്ങളെയൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കുക. ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ യൂട്യൂബിലെങ്ങാനും നോക്കിയിട്ട് ബേബീസിന്റെ വല്ല റൈംസ് എങ്കിലും നിങ്ങൾ കേൾക്കാനായിട്ട് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ നിങ്ങൾ ഇന്ന് പറഞ്ഞ 2 അഫർമേഷൻസ് ആണ്: ഞാനിപ്പോൾ സമ്പന്നനാണ്, എനിക്കൊരു കോടീശ്വര മനസ്സുണ്ട്. ഞാനിപ്പോൾ സമ്പന്നനാണ്, എനിക്കൊരു കോടീശ്വര മനസ്സാണ്. ഇത് നിങ്ങൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യാം. ഇത് എഴുതണമെന്നില്ല, നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോയാൽ മതി. മറ്റേ അഫർമേഷൻസ് നിങ്ങൾ എഴുതി പോവാ. ഓക്കെ. അപ്പൊ ഇനി ഞാൻ എന്തായാലും ലോ ഓഫ് അട്രാക്ഷനിലോട്ട് വരാം. സോ ലോ ഓഫ് അട്രാക്ഷനിൽ 5 ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് വരുന്നത്. അതിനകത്ത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മണി ഈസ് എനർജി എന്നാണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞു മണി എന്ന് പറയുന്ന ഒരു എനർജിയാണ്. സോ നമ്മൾ നമ്മുടെ ബോഡിക്ക് കൊടുക്കുന്ന ഒരു എനർജിയാണ്. സോ മണി എന്താണോ അല്ലെങ്കിൽ മണി എങ്ങനെയാണ്, മണി നമ്മുടെ ഫ്രണ്ടാണ് എന്നൊക്കെയുള്ള ഒരു ഇത് കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്താ മണി നമ്മുടെ എനർജി ആയിട്ട് മാറുന്നത്. അപ്പൊ നമ്മുടെ വെറും പേപ്പർ നോട്ട് കെട്ടുകളല്ല, നമ്മുടെ കയ്യിൽ മണി ഇരിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് വരുന്നത്. മണി ഇല്ലെങ്കിൽ പോലും നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ കയ്യിൽ ഒരുപാട് അബണ്ടൻസ് ഉണ്ട്, ഒരുപാട് മണി ഉണ്ടെന്ന്. ഇതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആയിട്ട് പറഞ്ഞത്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് എന്നാണ്. സോ അതായത് നമുക്കറിയാം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പോസിറ്റീവായിട്ട് അട്രാക്ട് ചെയ്യും, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നെഗറ്റീവായിട്ട് അട്രാക്ട് ചെയ്യും. നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ 24 hours ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ, നമ്മുടെ നാവുകളിൽ നിന്നും പറയുന്ന ചില കാര്യങ്ങൾ കാരണമാണ് നമുക്ക് അതിനകത്ത് ചില കാര്യങ്ങൾ നടക്കുന്നതും ചില കാര്യങ്ങൾ നടക്കാത്തതും. നിങ്ങൾ എന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കുക. ഇപ്പൊ നിങ്ങൾ വിചാരിക്കണം നിങ്ങൾക്കൊരു നല്ലൊരു എന്താണ് ഒരു ഡ്രസ്സ് വാങ്ങണം എന്ന് വിചാരിക്കുക. ഇപ്പം നിങ്ങൾ പറയണേ എനിക്കൊരു ബ്ലാക്ക് കളർ ഡ്രസ്സ് വാങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു 2-3 ദിവസം കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് കടകളുടെ ഫ്രണ്ടിൽ നോക്കിയാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന അതേ ബ്ലാക്ക് ഡ്രസ്സ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഒരു മൊബൈൽ ഫോൺസോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ കാറുകളോ ഒക്കെ നിങ്ങൾ നോക്കുക. നിങ്ങൾ ആഗ്രഹിച്ച അതേ വണ്ടികൾ നിങ്ങളുടെ കൺമുമ്പിൽ ഒരുപാട് പ്രാവശ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് ആയിട്ട് പറയുന്നത്. അപ്പൊ നമ്മുടെ പോസിറ്റീവായിട്ട് എനിക്കത് വേണം അല്ലെങ്കിൽ എനിക്കത് ഇന്ന സംഭവം എനിക്ക് ആവശ്യമാണ് എന്നുള്ള കാര്യത്തിനകത്ത് നമ്മൾ ദൃഢമായിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് ആയിരിക്കും. അതായത് നമ്മുടെ മണിയുടെ വൈബ്രേഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ വൈബ്രേഷൻ കൂട്ടുക. അത് നമുക്ക് ലൈക്ക് അട്രാക്ട്സ് ലൈക്കിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വൈബ്രേഷൻസ് കൂട്ടുക. നമ്മുടെ മണി എന്ന് പറഞ്ഞു, മണി ഇങ്ങനെയാണ് നിൽക്കുന്നത്, നമ്മൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വൈബ്രേഷൻസ് കൂട്ടിങ് വരിക. അപ്പോഴായിരിക്കും അവിടെ എന്ത് വരുന്നത്, മണി നമ്മളിലോട്ട് വരുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യുക, മണിയുടെ വൈബ്രേഷൻ നമ്മൾ കുറച്ച് കൊണ്ടുവരികയും അതുപോലെ നമ്മുടെ വൈബ്രേഷൻസിന്റെ നമ്മൾ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുക. അപ്പൊ മണി നമുക്ക് ഒരിക്കലും വൈബ്രേഷൻസിന്റെ വേരിയേഷൻസ് വരുമ്പോൾ ഒരിക്കലും മണി നമ്മുടെ അടുത്ത് വരത്തില്ല. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൈയെടുത്ത് വെച്ചിട്ട് നിങ്ങൾ പറയുക. കാരണം എന്റെ അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് റിസീവ് ചെയ്യുക. നമുക്ക് അബണ്ടൻസ് റിസീവ് ചെയ്യുന്ന എങ്ങനെയാണ്, നമുക്ക് അബണ്ടൻസ് റിസീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ എനർജി റിസീവിങ് മോഡിലോട്ട് ഓണക്ക് നമ്മൾ ഒരാളിപ്പോൾ നമുക്കൊരു സാധനം തരാണെന്നുണ്ടെങ്കിൽ അത് എനിക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിലേ വാങ്ങിക്കത്തുള്ളൂ. അപ്പൊ മണി നിങ്ങളിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ആ മണി എന്തെങ്കിലും നമ്മൾ റിസീവ് ചെയ്യാനായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങുക.
പിന്നെ നമ്മുടെ ബ്ലോക്കുകൾ, ലിമിറ്റിംഗ് ബിലീഫ്സുകളെല്ലാം നമ്മൾ പതുക്കെ പതുക്കെ ബ്രേക്ക് ചെയ്ത് കളയുക. പണം വരത്തില്ല, അല്ലെങ്കിൽ പണം മരത്തിലാണ് കായ്ക്കുന്നത്, പിന്നെ അതുപോലെ പണം കഷ്ടപ്പെട്ടാലേ കിട്ടത്തുള്ളൂ, പിന്നെ എന്താ പറഞ്ഞാൽ നമുക്ക് ഈ ദുഷ്ടന്മാരുടെ കയ്യിലാണ് പണം കൂടുതലായിട്ടുള്ളത്, നമുക്ക് നമുക്ക് പണം ഒരുപാട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മറ്റേ എവിൽസിന്റെ ക്യാരക്ടർ കാണിക്കും. ഇങ്ങനെയുള്ള എല്ലാ ലിമിറ്റിംഗ് ബിലീഫുകളും പതുക്കെ പതുക്കെ മാറ്റുക. ഇനി മൂന്നാമത്തത് ആസ്ക് ആൻഡ് യു ഷാൾ റിസീവ്. അതായത് നിങ്ങൾ ചോദിക്കുക, ആസ്ക് ആൻഡ് യു ഷാൾ റിസീവ് എന്നാണ്. അതായത് നിങ്ങൾ ചോദിക്കുക, നിങ്ങൾക്കത് കിട്ടും. അതായത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾ മണി വേണമെങ്കിൽ എത്ര മണി നിങ്ങൾ ചോദിക്കുക, യൂണിവേഴ്സ് അത് കൊണ്ട് നിങ്ങൾക്ക് എത്തിച്ചു തരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടൂൾസുകൾ യൂസ് ചെയ്യും. ഞാൻ ടൂൾസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് എന്ന് പറഞ്ഞാൽ ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ടൂള് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ വിഷൻ ബോർഡ് നമുക്ക് യൂസ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വരികയാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ലെവൽ കോഴ്സിനകത്തായിരിക്കും അത് ഡീറ്റെയിൽ ആയിട്ട് വരുന്നത്. ബക്കറ്റ് ലിസ്റ്റ് എന്താണെന്നും വിഷൻ ബോർഡ് എന്താണെന്നും അതുപോലെ സീക്രട്ട് ചെക്ക്, നമ്മൾ സാധാരണ ചെക്ക് പോലെ തന്നെ നമുക്ക് സീക്രട്ട് ചെക്ക് എഴുതാൻ പറ്റും. ഞാനൊക്കെ സ്ഥിരം ചെക്ക് എഴുതുന്ന വ്യക്തിയാണ്. കാരണം എത്ര മണിയാണ് വേണ്ടത് ചെക്ക് എഴുതും, അങ്ങനെ വെക്കും. അതെല്ലാം ആ ഒരു ടൈം ആകുമ്പോൾ എന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ചെക്ക് നമുക്ക് കിട്ടിയിരിക്കും. പിന്നെ അതിൽ നോട്ട് ടെക്നിക് ഉണ്ട്. സോ നോട്ട് ടെക്നിക്ക് എന്ന് നമ്മൾ ഏതെങ്കിലും 10 രൂപയുടെ നോട്ടോ അല്ലെങ്കിൽ 20 രൂപയുടെ നോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മളൊരു എൻവലപ്പ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് എനിക്ക് ഇത്ര രൂപ വേണമെന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും എന്ത് ചെയ്യും, ആ 10 രൂപ എടുത്ത് വെക്കും. അതെന്റെ കയ്യിൽ ഒരു മിനിറ്റ്, ജസ്റ്റ് മിനിറ്റ്. അത് കാണിച്ചു തരാം. സോ അത് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു നോട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു എൻവലപ്പ് പോലെ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ഇതിനകത്ത് കുറേ 10 രൂപയുടെ നോട്ടുണ്ട്. ഇങ്ങനെ നോട്ട് വെച്ചിട്ട് ഇതിനകത്ത് നോട്ട് ഇട്ട് കൊടുക്കും. എല്ലാ ദിവസവും രാവിലെ എന്ത് ചെയ്യും, ആ നോട്ട് അതിനകത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ നോട്ട് ടെക്നിക്ക്. പിന്നെ അതുപോലെ നമ്മുടെ ഗീവ് ചാരിറ്റി. സോ ഇപ്പൊ നമ്മൾ പറയും, അയ്യോ ചാരിറ്റി കൊടുക്കാനായിട്ട് എനിക്ക് പൈസ ഇല്ലല്ലോ എന്ന് വിചാരിക്കും. നമ്മുടെ കയ്യിൽ എന്തായാലും 1 രൂപ എടുക്കാൻ കാണുമല്ലോ, അല്ലെങ്കിൽ 2 രൂപ എടുക്കാൻ കാണുമല്ലോ. നിങ്ങൾ ചാരിറ്റി കൊടുക്കുക. നിങ്ങളൊരു 10 ദിവസം 1 രൂപ വെച്ച് നിങ്ങളുടെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു കുട്ടിയോ അല്ലെങ്കിൽ വലിയ ആൾക്കാരോ എന്തോ ആയിക്കോട്ടെ, അവർ നിങ്ങളോട് തിരിച്ചെന്ത് പറയുമെന്ന് നിങ്ങൾ നോക്കണ്ട. 1 രൂപ വെച്ച് 10 ദിവസം നിങ്ങൾ കൊടുക്കുക. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആ കൊടുത്തതിന്റെ 10 മടങ്ങ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. കാരണം ഇതൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ചില സമയങ്ങളിൽ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, ചിലപ്പോൾ നോട്ട് എന്താണ് കോയിൻസ് എടുത്ത് വെച്ചിരിക്കും. അത് ആർക്കെങ്കിലൊക്കെ എന്ത് ചെയ്യും, കൊടുത്തിട്ട് അങ്ങ് പോകും. അപ്പൊ 1 രൂപ, അപ്പം 1 രൂപയോ 5 രൂപയോ 10 രൂപയൊക്കെ ആയിരിക്കും കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അത് മതി നമുക്ക്. ഒരു വലിയ എമൗണ്ട് തന്നെ ചാരിറ്റി കൊടുത്ത് അയ്യോ മറ്റുള്ളവർക്കൊക്കെ ഇത്രയും എമൗണ്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഇത്രയേ കൊടുക്കാം, അങ്ങനെ ഒരിക്കലും വിചാരിക്കണ്ട. ചാരിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണോ ഉള്ളത് അതിന് നമ്മൾ കൊടുക്കുക, അത്രയേ ഉള്ളൂ. 1 രൂപയുടെ കാര്യം അല്ലെങ്കിൽ ഇപ്പൊ 2 രൂപയെ നിങ്ങൾ ഒരു 10 ദിവസം നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങളത് ചെയ്യാനായിട്ട് നോക്കുക. സോ ഇതാണ് നമ്മുടെ ഒരു 4-5 ടൂൾസ് ആയിട്ട് വരുന്നത്. ഇത് നിങ്ങൾ ഈ ടൂൾസ് എന്താണെന്നും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾ പഠിച്ചാലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു ടൂള് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനിലകത്ത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടൂള് കൊണ്ടിട്ട് നമുക്ക് ഒരുപാട് ഇവിടെയൊക്കെയാണ് നമ്മുടെ മൈൻഡിന്റെ പവർ വരുന്നത്. ഈ മൈൻഡ് പവർ വെച്ചിട്ടാണ് നമ്മൾ മണിയെ അട്രാക്ട് ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പം ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ മണി ഈസ് എനർജി. സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ആസ്ക് ആൻഡ് യു ഷാൾ റിസീവ് എന്നാണ്. ഇതിനകത്താണ് നമ്മൾ കുറച്ച് ടൂൾസുകൾ പറഞ്ഞത്. നമ്മുടെ ബക്കറ്റ് ലിസ്റ്റ്, സീക്രട്ട് ചെക്ക്, പിന്നെ അതുപോലെ നമ്മുടെ ഗോൾഡ് കാർഡ്, പിന്നെ അതുപോലെ എൻവലപ്പ്, പിന്നെ അതുപോലെ എന്താണ് ചാരിറ്റി ഒക്കെ വരുന്നത്. ഇനി നാലാമത്തത് ബിൽഡപ്പ് യുവർ എനർജി ആണ്. സോ ബിൽഡപ്പ് യുവർ എനർജി എന്ന് പറയുമ്പം നമ്മൾ ഒരു ഫ്ലോ സ്റ്റേറ്റിലായിരിക്കണം. അതായത് നമ്മുടെ ഒരു മനുഷ്യന് 20, അതായത് നമ്മുടെ ഒരു എന്താ പറഞ്ഞ ഒരു ഒരു കോൺഷ്യസ്നെസ് ലെവൽ എന്ന് പറഞ്ഞൊരു ലെവലുണ്ട്. കോൺഷ്യസ്നെസ് ലെവൽ, നമ്മുടെ കോൺഷ്യസ്നെസ് ലെവലിൽ 20-ലാണ് സ്റ്റാർട്ട് ചെയ്തത്. കോൺഷ്യസ്നെസ് ലെവലിൽ 20-ൽ നിന്നും ഏതാണ്ട് 852 വരെയുണ്ട്. 852 എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരാണ്. നമുക്കറിയാം ഈ ശ്രീനാരായണ ഗുരു ഇങ്ങനെയൊക്കെ പറയുന്ന സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരെല്ലാം 852. നമ്മുടെ എല്ലാ മതങ്ങളിലുള്ള എല്ലാ സ്പിരിച്വൽ ആൾക്കാർക്കും വരുന്നത് 852 ആണ് അവരുടെ കോൺഷ്യസ്നെസ് ലെവൽ വരുന്നത്. കാരണം വെച്ചാൽ അവർ അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ് ആണ്. അതായത് അവർക്ക് ആ ധ്യാനത്തിൽ നിന്നും ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം അവർക്ക് ഭയങ്കരമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. സോ 20 എന്ന് പറയുന്ന ഏറ്റവും ലോവർ ലെവലാണ്. ഒരു മനുഷ്യന് ശരാശരി 200 എങ്കിലും വേണം.
ഈ 200 ലെവലിൽ വരുമ്പോഴാണ് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനും മാനിഫെസ്റ്റേഷൻസ് എല്ലാം നമുക്ക് നടന്നു തുടങ്ങുന്നത്. അതായത് നമ്മൾ 20 എന്ന് പറയുന്നത് നമുക്ക് ഷെയിം എന്ന് പറയുന്ന ഒരു ലെവലിലാണ് 20 നിൽക്കുന്നത്. 30 എന്ന് പറഞ്ഞാൽ ഗിൽറ്റ്, എപ്പത്തി എന്ന് പറഞ്ഞാൽ 50, ഫിയർ 100, ഡിസയർ 125, പിന്നെ ആങ്കർ 150, പ്രൈഡ് 175, കറേജ് 200. ഈ കറേജിലോട്ട് നമ്മൾ എത്തുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളിലോട്ടും നമുക്ക് എന്താണ് മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നത്. കോൺഷ്യസ്നെസ് ലെവൽ എന്ന് പറഞ്ഞാൽ കുറേ സംഭവങ്ങൾ വലുതായിട്ടുണ്ട്. ഇത് ലോ ഓഫ് അട്രാക്ഷനകത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള സംഭവങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ മെന്റൽ, ഇമോഷണൽ, സ്പിരിച്വൽ നിങ്ങൾക്ക് മാറ്റി തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് വർക്ക് ചെയ്ത് തുടങ്ങും. അത് നമ്മൾ ഒരു 200 ലെവലിലെങ്കിലും ആകുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും, ഒരുപാട് ആൾക്കാരുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, നമുക്ക് പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് നമുക്ക് എന്തായിരിക്കും, മണി നമുക്ക് കൂടുതൽ വരുന്നുണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ഒരുപാട് ഹെൽത്ത് നമുക്ക് വരുന്നുണ്ടായിരിക്കും. സോ ഈ ലെവലെല്ലാം നമുക്ക് പതുക്കെ പതുക്കെ എന്തായിരിക്കും കൂടി പോകും. 200, പിന്നെ 250, 310, 350, 400, 500, 540, 600, 700, 741, അതുപോലെ 852. സോ നമ്മുടെ ചക്ര എന്നൊക്കെ പറയുന്ന സംഭവം, അല്ലെങ്കിൽ ലവ് എന്ന് പറയുന്ന സംഭവമൊക്കെ നമ്മൾ ഓപ്പൺ ആവുന്നത് 500 കോൺഷ്യസ്നെസ് ലെവലോട്ട് വരുമ്പോഴാണ്. അപ്പം നമ്മുടെ ലെവൽസിനകത്ത് നമ്മൾ അതിനു വേണ്ടി നമ്മൾ ബിൽഡപ്പ് എനർജി നമ്മൾ ബിൽഡപ്പ് ചെയ്യുക. നമുക്കിപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ പറയുന്ന പോലെ പോസിറ്റീവായിട്ട് നമ്മൾ തിങ്ക് ചെയ്യുക. നമ്മൾ ഇന്നർ വേൾഡിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് റിവൈർ ചെയ്തെടുക്കുക. നമ്മളെപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പറ്റി സംസാരിക്കാതെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങുക. ഇങ്ങനെ നമ്മൾ പതുക്കെ ഗ്രാജുവലി നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഈ പറയുന്ന കോൺഷ്യസ്നെസ് ലെവൽ നമുക്ക് മാറി തുടങ്ങും. ഓക്കെ, പിന്നെ അടുത്ത വരുന്നത് ഡു സംതിങ് ആൻഡ് ടേക്ക് ആക്ഷൻ. സോ നമ്മൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് നോക്കുക, അല്ലാതെ നമ്മൾ അയ്യോ നമുക്ക് ഇതൊക്കെ കേട്ടിട്ട് പിന്നീട് ചെയ്യാം എന്ന് പറയുന്നതിന് പോലെ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, നമ്മൾ ആക്ഷൻസ് എടുക്കാനായിട്ട് നോക്കുക. സോ ഇങ്ങനെ ആക്ഷൻസ് എടുക്കാൻ നോക്കിയാൽ ലോ ഓഫ് അട്രാക്ഷൻസ് എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പം ഈ ഒരു 5 പ്രിൻസിപ്പിളാണ് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനകത്ത് വരുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഈ 5 പ്രിൻസിപ്പിളും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ നെക്സ്റ്റ് ലെവൽ കോഴ്സിലായിരിക്കും ഈ ഒരു 5 പ്രിൻസിപ്പിൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്നത്. മണിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അത് നെക്സ്റ്റ് ക്ലാസ്സിൽ, അതായത് നാളത്തെ ഡേ 3യിലും ഡേ 4ലും അതിന്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ ആയിട്ട് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം. ഇന്നത്തെ ക്ലാസ്സിന്റെ കൂടെ ഇത്രയേ ഉള്ളൂ. സോ ഇന്നും 8:50 ആയിട്ടുണ്ട്. പറയുമ്പം എല്ലാവരും ഒന്ന് വീഡിയോയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഗീത മാം ഉണ്ട്, ജോസഫ് സാറ്, വേറെ ആരുണ്ട് വീട്ടില? ഗീത മാം വന്നില്ല, വന്നല്ലേ? ശരി, ഇത്രയും പേരേ ഉള്ളൂ അല്ലേ? അപ്പൊ നമുക്ക് എടുത്താലോ. ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ക്ലാസ്. ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതല്ല, മനസ്സിലാവുന്നുണ്ട്. ചെയ്യാൻ ശ്രമിക്കുന്നു. അല്ല, നമ്മൾ ചെയ്യുക. നമ്മൾ ശ്രമിക്കാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചർ, നമ്മൾ എപ്പോഴും പ്രസന്റിൽ നമ്മൾ ചെയ്യുക. ഓക്കെ, എടുത്തു. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്നിപ്പോ നമ്മൾ പറഞ്ഞത് ഇങ്ങനെ തലേ കൈ വെച്ചിട്ട് പറയാൻ വേണ്ടിയാ പറഞ്ഞത്. എനിക്കൊരു കോടീശ്വര മനസ്സുണ്ട്. ഞാൻ സമ്പന്നയാണ്, എനിക്കൊരു കോടീശ്വര. ഞാൻ സമ്പന്നനാണ്. എന്താ സർ? ലെഫ്റ്റോ റൈറ്റോ ഐ ആം റിച്ച് നൗ എന്ന് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ സമ്പന്നനാണെന്ന് പറഞ്ഞാൽ പറയാം. അതുപോലെ എനിക്കൊരു കോടീശ്വര മനസ്സുണ്ട്. എനിക്കൊരു കോടീശ്വര മനസ്സാണുള്ളത്. മനസ്സുണ്ടെന്നല്ല, എനിക്കൊരു കോടീശ്വര മനസ്സാണുള്ളത്. ഓക്കെ,
എനിക്കൊരു കോടീശ്വര മനസ്സാണുള്ളത്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പറയാനായിട്ട് ഇന്നത്തെ ആക്ടിവിറ്റി ഗ്രൂപ്പിലിടാം. ഗീതാ മാമിന് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, എനിക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാനത് ഐ വിൽ ട്രൈ മൈ ലെവൽ ഡെഫിനറ്റ്ലി. അപ്പൊ നാളെയും നമ്മുടെ ക്ലാസ് ഉണ്ട്. എല്ലാവരും ഡെഫിനറ്റ്ലി വി വിൽ സീ അഗൈൻ. നാളത്തെ ക്ലാസ് ഒരു ഹീലിംഗ് വരുന്നുണ്ട്, ചെറിയൊരു ഹീലിംഗ് വരുന്നുണ്ട്. പിന്നെ മറ്റേ ക്ലാസ്സിലും ഒരു ടെക്നിക്സ് ആണ്, അതായത് നമ്മൾ മണി കൂടുതലായിട്ട് വരാനുള്ള ടെക്നിക്സ് ആണ് വരുന്നത്. നാളെ കുറച്ചും കൂടി അതായത് ബെൽറ്റിന്റെ ഒരു സയൻസും കൂടി ആയിരിക്കും നാളെ വരുന്നത്. നാളെ മിസ് ചെയ്യാതെ എല്ലാവരും വരിക. ഈ ആക്ടിവിറ്റീസ് എല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ Okay, thank you.